ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. ഈ കർക്കിടക മാസത്തിലെ വേറൊരു ആരോഗ്യം പുഷ്ടിപ്പെടുത്താനുള്ളതും വീണ്ടെടുക്കാനുള്ള ഒരു മരുന്നുണ്ടയാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. എള്ളുണ്ട്, എള്ളാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഒക്കെ വറുത്ത എള്ളാണ്. പിന്നെ മുതിര 3 ടേബിൾ സ്പൂൺ, ചതകുപ്പ 3 ടേബിൾ സ്പൂൺ, ജീരകം 3 ടേബിൾ സ്പൂൺ, അയമോദകം 3 ടേബിൾ സ്പൂൺ, ആശാളി 3 ടേബിൾ സ്പൂൺ, കരിഞ്ജീരകം ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ കുത്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നവരയരി ക്യാൻസറിനെ വരെ തടയുന്നതാണ് പറയുന്നത്. നവരയരി 3 ടേബിൾ സ്പൂൺ, ഉലുവ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 3. ഇതൊക്കെ 3 ടേബിൾ സ്പൂൺ. ചെറുപയർ, മല്ലി, മഞ്ഞൾ, ചുക്ക്, ഏലക്കായ ഞാൻ വളരെ കുറച്ചെടുക്കണുള്ളൂ. ഇത് പൊളിച്ചതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരി ഇടാൻ. കൂടുതൽ വിഷമുള്ള സാധനമെന്ന് പറയും. ഇത് പട്ട, ഇത് ഞങ്ങളുടെ കറുകപ്പട്ട തന്നെയാണ്. പിന്നെ ലേശം മഞ്ഞൾ, പിന്നെ കുറച്ച് ബദാമും വാൾനട്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു കനപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം നമ്മുടെ കിസ്മിസ് കഴുകി ഉണക്കിയാന്നാണ്. അതുമാതിരി പനം കൽക്കണ്ടപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയും വേണ്ടി വരില്ല. ഇത് നമ്മൾ ഒന്ന് കഴുകിയിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഒരു നൂലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നൂലാവുമ്പോൾ ഈ പൊടിയിരിക്കിട്ടിട്ട് കുഴച്ച് ഉണ്ടയാക്കണം. അതാണ് അങ്ങനത്തെ ഉണ്ടയാണ് ഈ മരുന്നുണ്ട കഴിക്കുന്നത്. 7 ദിവസം നമ്മൾ കാലത്തും വൈകിട്ടും ഓരോ ഇങ്ങനെ മരുന്നുണ്ട കഴിച്ചാൽ നമുക്ക് കർക്കിടകത്തിലൊക്കെ നമ്മുടെ പോയ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ആയുർവേദം. നമുക്ക് ഞാനെല്ലാം കഴുകി വറക്കണം കേട്ടോ. വറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് പൊട്ടുമ്പോൾ തന്നെ നിർത്തിക്കോ, വല്ലാണ്ട് വറുത്തെടുക്കണ്ട. ഈ പെട്ടി മരുന്നുകളൊക്കെ എന്ന് വെച്ചാൽ എന്തായാലും കഴുകണം. അവിടെ ഇരിക്കുന്നതൊക്കെ വെറുതെ ആ പാത്രങ്ങളിലൊക്കെയാണ് അവർ പറയുന്നത് കഴുകണ്ടെന്ന്. പക്ഷെ നമ്മളെല്ലാം കഴുകി വേണം വാല വെച്ച് എല്ലാം എടുത്ത് വറക്കാം. അതെല്ലാം ഞാൻ വറുത്തെടുത്തതാണ്. ഇനി അതൊക്കെ പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി ഇതൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്തേക്ക് ഒരു 6 തിപ്പല്ലിയും കൂടി കൂട്ടിച്ചേർത്ത് പൊടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇനി നമ്മൾക്ക് നമ്മുടെ പനം കൽക്കണ്ടം ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ച് ഈ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഈ ഉണക്കമുന്തിരിയും കൂട്ടണം. കുറേശ്ശെ എടുത്ത് നമുക്ക് ഇനി ഉണ്ടകളാക്കാം. നമുക്ക് ആവശ്യത്തിന് ഇനി ഒഴിച്ചാൽ മതി. പനം കൽക്കണ്ട ഇതിപ്പോൾ കണ്ട് പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് രണ്ടാമതും ചേർക്കാം. സ്വല്പം നിറഞ്ഞ് ഈ കയ്യിൽ ഇങ്ങനെ പുരട്ടിയാൽ മതി. അപ്പം നമുക്കത് സുഖമായിട്ട് ഇത് പിടിക്കാൻ പറ്റും. നമ്മുടെ ഉണ്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നാൻ അത്ര ഞാൻ ഈ ഇതും മുന്തിരിയൊക്കെ കുട്ടിയതുകൊണ്ട് അത്ര കയ്പൊന്നുമില്ല. സുഖമായിട്ട് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും. മഴക്കാലത്ത് നല്ലതാണ് ഈ മരുന്നുകളൊക്കെ കുട്ടി നമ്മൾ കഴിക്കുന്നതൊക്കെ. അപ്പോൾ താങ്ക് യു.